നിനക്കവന് ഇത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ പപ്പയോട് പറഞ്ഞുകൂടായിരുന്നു മോളെ. എന്താ പപ്പയ്ക്ക് എന്താ വേണ്ടേ? എനിക്ക് അവനെ ഇഷ്ടമായിരുന്നെങ്കിൽ പപ്പ സമ്മതിക്കുമായിരുന്നു. എന്താ സംശയം? എൻ്റെ മോളുടെ സന്തോഷമാണ് ഈ പപ്പയ്ക്ക് വലുത്. നിന്റെ സന്തോഷമാണ് എനിക്ക് എല്ലാത്തിലും വലുത്. മോളെ അലീന, പപ്പയ്ക്ക് സങ്കടമാവെന്ന് വെച്ചാ അവനോടുള്ള സ്നേഹം ഞാൻ മറച്ചു വെച്ചത്. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. ആരാ മനസ്സിലായില്ല? രാഹുലിന്റെ അച്ഛനും അമ്മയുവാ. അലീനെ ഒന്ന് കാണാൻ വന്നതാ. കേറിയിരിക്കും. തന്റെ മോളെ ഇങ്ങോട്ട് ഇറക്കി വിട്. പതുക്കെ സംസാരിക്കും. എന്തിനാ കിടന്ന് ബഹളം വെക്കുന്നത്? ഒരു അബദ്ധം പറ്റിയതാ. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാം. എന്റെ മോളോട് നിങ്ങളൊന്ന് ക്ഷമിക്കും. നിങ്ങൾ ഇവിടെ നിന്ന് പോയി തരാമോ? ഞാൻ കാരണം ആരും ഇനി വിഷമിക്കരുത്. ഞാൻ ഇനി ആർക്കും ഒരു ശല്യമാകില്ല. നിങ്ങളെന്റെ കയ്യിൽ എന്നെ സ്നേഹിച്ചെന്നൊരു കുറ്റം മാത്രമേ അവൻ ചെയ്തുള്ളൂ. പെറ്റമ്മയുടെ ദുഃഖം എന്താണെന്ന് എനിക്ക് അറിയില്ലടി. രണ്ടു പറഞ്ഞില്ലെങ്കിൽ ദൈവം പോലും പൊറുക്കില്ല. ഞാൻ അവളെ എന്റെ കൂടെ കൊണ്ടുപോയിക്കോട്ടെ പപ്പ? എന്റെ കൂടെ ആവുമ്പോ അവിടുത്തെ കുട്ടികളുമൊക്കെയായി അവൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. എന്റെ ഒരു കണ്ണ് അവളുടെ മേൽ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. ഞാൻ എന്ത് പറയാനാ? എല്ലാം എൻ്റെ തെറ്റല്ലേ? അവൾക്കൊരു മാറ്റം ഉണ്ടാവാൻ വേണ്ടിയാ. എനിക്കറിയാം. പക്ഷേ അവളെ പിരിഞ്ഞ് ഞാൻ നീ തന്നെ അവളോട് ചോദിക്കേ. പുറത്തോട്ടൊക്കെ ഇറങ്ങാതെ എത്ര നാളെന്ന് ചോദിച്ചാ നീ ഇങ്ങനെ കഴിയുന്നേ? നമുക്ക് പഴയതുപോലെ ഒന്ന് അടിച്ചു പൊളിക്കണ്ടേ, അല്ലേ പപ്പ? എൻ്റെ മോൾക്ക് എന്നെ കാരണം സന്തോഷകരമായൊരു ജീവിതം കിട്ടിയില്ല. നീയും എൻ്റെ മോളെ പോലെ തന്നെയാ. നീ തീരുമാനിച്ചോ, ഈ വീട്ടിൽ നിന്നും എന്നിൽ നിന്നും അകന്നാൽ അവക്കൊരു മാറ്റമുണ്ടാവുമെങ്കിൽ സന്തോഷം അതാണല്ലോ. ഞാൻ പൊക്കോളാം. എന്നെ കാണാതാകുമ്പോ പപ്പയ്ക്ക് കുറച്ചും കൂടെ ആശ്വാസമാകുമല്ലോ. അതാ നല്ലത് പപ്പ. ഞാൻ എന്തായാലും ലക്ഷ്മിയുടെ കൂടെ പോകുക. രവിയേട്ടൻ ഇപ്പൊ അവളോടുള്ള ദേഷ്യം എല്ലാം മാറി കാണുമല്ലോ. കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് നേരിൽ പറയാനുണ്ടേ. നിങ്ങളുടെ പിണക്കം ഒന്ന് മാറ്റിയും വേണം. നാളെ ഞങ്ങൾ ഒരുമിച്ച് വരാം. ഗുഡ് നൈറ്റ്. ആഹാ വരുന്നുണ്ട്. കാണുന്നില്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. നീ ഇങ്ങനെ വെപ്രാളം പിടിച്ച് എന്നെയും കൂടി ടെൻഷൻ ആക്കാതെ ഒന്ന് വെയിറ്റ് ചെയ്യ്. എനിക്കിനി വെയിറ്റ് ചെയ്യാൻ വയ്യ. സമയമായി, ഞാൻ പോവാ. ബൈ. അലീന നിക്ക്, രവിയേട്ടൻ ഇപ്പൊ വരും. എക്സ്ക്യൂസ് മീ, എനിക്ക് കുട്ടിയോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കുട്ടി മനസ്സ് വെച്ചാൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഗുണമല്ലാതെ ദോഷമൊന്നും സംഭവിക്കില്ല. ഒന്ന് സഹകരിച്ചൂടെ? നാളത്തെ പൗർണമി വെറും 30 രൂപ. ഇന്നത്തെ അക്ഷയ ഏത് വേണമെങ്കിലും എടുക്കാം. ഏതെടുത്താലും 30 രൂപ. അടിച്ചു കഴിഞ്ഞാൽ 65 ലക്ഷം ഒന്നാം സമ്മാനം. ഒന്നെടുക്കല്ലേ? നടന്നവര് കടന്നവര് കാശുമായിട്ട് ആർക്കെങ്കിലും വരെ ആരാണോ ഭാഗ്യവൻ ആരാണോ ഭാഗ്യവതി 30 രൂപ. ഒരെണ്ണത്തിന് 30 രൂപ, രണ്ടെണ്ണത്തിന് 60 രൂപ. സുന്ദരിമായ ഈ കുട്ടികൾക്ക് 65 ലക്ഷം രൂപ അടിക്കാൻ പോവുകയാണ്. നീ നിർത്തിയില്ലേ? ആരാത്? ഇപ്പോഴെങ്കിലും ഒന്ന് വന്നല്ലോ.
സാറൊന്ന് നിന്നേ. ഞാൻ പറ്റിക്കാനും വെട്ടിക്കാനും നടക്കുന്നവനല്ല, മാന്യമായിട്ടൊരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവനാ. രവിയേട്ട ഇങ്ങ് വന്നേ. രവിയേട്ട ഇത് എവിടെയായിരുന്നു? ചെല്ല് ചെല്ല്. ഇന്നത്തെ പൗർണമി, നാളത്തെ അക്ഷയ, മറ്റന്നാളത്തെ ധനശ്രീ. ആ പ്രേമിച്ചോളൂ പ്രേമിച്ചോളൂ പ്രേമിച്ചോളൂ. നാളെയാണ് നറുക്കെടുപ്പ്, നാളെയാണ് നറുക്കെടുപ്പ്. ആരാണാ ഭാഗ്യവാൻ, ആരാണാ ഭാഗ്യവതി? കടന്നു വരൂ. ആരാണാവോ ഭാഗ്യവാൻ, ആരാണാവോ കടന്നു വരൂ. ഇന്നത്തെ ഭാഗ്യവാൻ ആരാണ്, നാളത്തെ ഭാഗ്യവാൻ ആരാണ്? രാഹുലിന്റെ മരണം അവളെ വല്ലാതെ തകർത്തു കളഞ്ഞു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവളെ വീണ്ടും കണ്ടുമുട്ടിയത്. ഞാൻ പറഞ്ഞിട്ടാ അച്ഛൻ അവളുടെ ചികിത്സ ഏറ്റെടുത്തത്. നീ പറഞ്ഞല്ല എനിക്ക് മനസ്സിലായി. എൻ്റെ കൂടെ വന്നതിന് ശേഷവും അവൾ ഒരുപാട് തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. ആത്മഹത്യാ പ്രവണതയും ഡിപ്രഷനും എന്നെക്കാളും മറ്റാർക്കാ ലക്ഷ്മി അറിയാവുന്നത്. എന്നോടുള്ള വിശ്വാസം കൊണ്ടാ അവളുടെ പപ്പ എൻ്റെ കൂടെ അയച്ചത്. ലക്ഷ്മി, എത്ര നേരമായി? പോവാം. ദാ വരുന്നു അലീന, ഒന്ന് വെയിറ്റ് ചെയ്യ്. ദാ വരുന്നു. അവളുടെ കൂടെ ഒരു എത്ര അല്പ സമയം സമയായി? സ്പെൻഡ് ചെയ്തൂടെ? രവിയേട്ടനെ കണക്കുള്ള ഒരാളുടെ കൂട്ട് അവൾക്ക് നല്ല ചേഞ്ച് ഉണ്ടാക്കും. എന്നെ ഒന്ന് സഹായിച്ചൂടെ? നോക്കാം. ഇങ്ങോട്ട് വാടി. എന്തോ ഇത്ര സംസാരിക്കാൻ? നിനക്കറിയില്ല എന്റെ കാര്യം. എന്താടി എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും? താളം തെറ്റിയ മനസ്സുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് അച്ഛൻ എന്നും ഒരു ഹരമാണെന്നറിയാമല്ലോ. ലക്ഷ്മി വരാൻ പറഞ്ഞു. എവിടെ ഡ്രോപ്പ് ചെയ്യും? അവളെന്തേ ലക്ഷ്മി? എനിക്കറിയില്ല. കേറുന്നേ കേറ്, എനിക്ക് വേറെ തിരക്കുണ്ട്. പിടിച്ചിരുന്നു. എത്രയായി? സോറി, ഞാൻ ചിന്നുവിന്റെ ബർത്ത്ഡേയാ. കേക്ക് ഓർഡർ ചെയ്യാനുണ്ടായിരുന്നു. ചിന്നുന്റെ ബർത്ത്ഡേ പാർട്ടിയോ? വൈകിട്ടോ? സോറി, എന്നോട് ലക്ഷ്മി പറഞ്ഞപ്പോഴാണ് തന്റെ കാര്യങ്ങൾ അറിയുന്നത്. സോറിയുടെ ആവശ്യമൊന്നുമില്ല, ഞാനതന്നേ മറന്നു. റിയലി? ബൈ രവിയേട്ടാ. ബൈ. ഞാൻ പറഞ്ഞ കാര്യം Good മറക്കല്ലേ. night. നാളെ കാണാം. ഞാൻ വിചാരിച്ച പോലെയല്ല. ഹീസ് വെരി നൈസ്. വാട്ട്? എന്ത് പറ്റി? എന്താ ഒരു മാറ്റം? വാ 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 പൂവാടി. തിരക്കഥ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് ഷൂട്ടിംഗ് തുടങ്ങുവാനായി പോയ രവിയെക്കുറിച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഒരറിവുമില്ലാത്തതിനാലാണ് ഞാൻ അവനെ തിരക്കി ഇറങ്ങിയത്. വളരെ വ്യത്യസ്തനായ ഒരു രവിയാണ് എനിക്കവിടെ കാണാൻ കഴിഞ്ഞത്. എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നതുപോലെ, സിനിമയിലുള്ള ആവേശമെല്ലാം ഒന്ന് തണുത്തതുപോലെ. പണിയാകോ എൻ്റെ കർത്താവേ. ഫിക്സ് ആയെന്ന് തോന്നുന്നല്ലടാ. ഫോട്ടോ എടുപ്പോ കൂടുന്നുണ്ട് ഡയറക്ടറിന്. ഹലോ, ഇങ്ങോട്ട് നോക്കിയേ. ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. നടക്കട്ടെ നടക്കട്ടെ. ജോസിനെ മുകേഷിനെയൊക്കെ ഞാനൊന്ന് കാണട്ടെ. ഓക്കെ.
ഒക്കെ ശരിയാക്കി തരാം. സിനിമയിലെ പാട്ടിന്റെ റെക്കോർഡിങ്ങിന് പോലും രവിയെ കാണാതായതോടുകൂടി ജോസ് എന്റെ മണ്ടയ്ക്ക് കയറാൻ തുടങ്ങി. ഞാൻ എന്ത് ചെയ്യാന്? അവൻ മറ്റൊരു ലോകത്തായിരുന്നു.